ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് എൻ്റെ ഒറ്റയ്ക്കുള്ളൊരു ദിവസമാണ്, സൺഡേ ആണ്. എനിക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പോവുക. ഞാൻ 4 മണിക്കൊരു പടം ബുക്ക് ചെയ്തിട്ടുണ്ട്. ലുലുവിലാണ്, കൊച്ചി. അപ്പോൾ ഇവിടുന്ന് ഒരു അരമണിക്കൂറുണ്ട്. നമ്മളില്ലേ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തെത്തിയിട്ടാ. 4:30ക്കാണ് പടം ബുക്ക് ചെയ്തിട്ടുള്ളത്. 4 മണിയായിരിക്കണം. അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്തുമെന്നുള്ളത് ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. എപ്പോഴും അങ്ങനെ ലേറ്റാ. ഇതിപ്പോൾ മഴ പെയ്യുന്നുണ്ട്, കുടയെടുക്കാൻ മടിയായിട്ടാണ് നിൽക്കുന്നത്. നമുക്കെന്തായാലും ഇനി ഡയറക്റ്റ് ലുലു മാളിൻ്റെ ഉള്ളിലോട്ടാ പോവാം. അത് കാരണം പിന്നെ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഓൺ ടൈമിൽ മാളിലെത്തിയിട്ടാണ്. പക്ഷെ അടുത്ത വെല്ലുവിളി ആയിട്ടുണ്ടായിരുന്നത് ഈ തിയേറ്റർ തപ്പണ പരിപാടിയായിരുന്നു. അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷൻ എവിടെയെന്ന് അറിയില്ല, തിയേറ്റർ എവിടെയെന്ന് അറിയില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് കറുപ്പ് മൂവിക്ക് കയറി. എനിക്കിഷ്ടപ്പെട്ടോ. അത് കഴിഞ്ഞ് വിശക്കൊന്നോ കഴിക്കണമല്ലോ. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ ഹൈപ്പറിൽ പോയി ഫുഡ് മേടിച്ച് ക്യൂ നിന്നപ്പോഴേക്കും എൻ്റെ വിശപ്പ് പോയി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു എറണാകുളത്ത് എല്ലാവരും ആ ലുലുമോളിലുണ്ടായി. അങ്ങനെ സീറ്റൊക്കെ തപ്പിപ്പിടിച്ച് എനിക്ക് പറ്റിയൊരു സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഞാൻ ഫുഡ് കഴിക്കൽ ആരംഭിച്ച്. ഇതിനിടയ്ക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം ഉണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചുമ്മാ വീഡിയോ എടുക്കട്ടോ ചെയ്ത്. രണ്ടാമത് ഞാൻ ചുമ്മാ മൈക്ക് സെറ്റ് ചെയ്തപ്പോൾ എല്ലാവരും അതുവരെ എന്നെ ഒരു തെണ്ടി നോക്കണ്ടായിരുന്നില്ല. മൈക്ക് സെറ്റ് ചെയ്തപ്പോൾ അത് എല്ലാവരും എന്നെ നോക്കി പോകുന്നു. ഇവരുടെ വിചാരം ഞാൻ ഏതോ വലിയ ഇൻഫ്ലുവൻസർ ആണെന്നാണ്. ഞാനും പിന്നെ അങ്ങ് ഇരുന്നു ഫുഡൊക്കെ കഴിച്ച്. സമയം ഇപ്പോൾ 9 മണിയായിട്ടുണ്ട്. എനിക്ക് 9:30 ഇവിടുന്ന് ഇറങ്ങണം, എന്നാലൊക്കെ 11 മണിക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ. ഞാൻ കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് മേടിച്ച ചിക്കൻ ബിരിയാണി. ക്യൂ നിന്ന് വിശപ്പ് പോയി. ഇപ്പം തിന്നാനും പറ്റുന്നില്ല. സാറാ എന്തായാലും പട്ടിണി കിടക്കണ്ടല്ലോ. ഞാൻ 500 ഗ്രാമേ പറഞ്ഞുള്ളൂ, പക്ഷെ അവ 600 സംതിങ് ഗ്രാം ഇട്ട്. അതാണ് എനിക്ക് തിന്നാൻ പറ്റാത്തത്. ഇനി നമുക്ക് കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് കുറച്ച് സ്വല്പം ഫോട്ടോസ് ആവാം, വീഡിയോസ് ആവാം. എങ്ങനെയുണ്ട്? അത് കഴിഞ്ഞിട്ട് ഈ ഗെയിം ഏരിയ ഉണ്ടാവുമല്ലോ, ഇവിടെ വന്നിട്ട് കുറെ നേരം വായ നോക്കാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച്, അവിടുത്തെ സാധനങ്ങളൊക്കെ നോക്കി നിന്നൊന്നാണ്. പിന്നെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എവിടെയും കയറില്ല. അടുത്ത പ്രാവശ്യം കയറാന്ന് വെച്ച്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ റൈഡിലൊക്കെ കയറാൻ പറ്റണം. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. നമുക്ക് ഒരു സാധനം കൂടെ പഠിക്കാനുണ്ടായിരുന്നു, അത് കാരണം കൊണ്ട് കംപ്ലീറ്റ് കഴിഞ്ഞു. അതാണ് പ്രശ്നം. സത്യത്തിൽ ഈ ഒറ്റക്കുള്ള കറക്കം കൊള്ളാം കേട്ടോ. ആരോടും ചോദിക്കണ്ട, പറയണ്ട, ഇഷ്ടമുള്ളപ്പോൾ പോവാം, ആരുടെയും കൊള്ളാം. ഈ കുതിര നല്ല രസല്ലേ. ചെറുപ്പത്തിലുള്ള ആഗ്രഹമായിരുന്നു ഇതിൽ കയറിയിട്ട് ഇങ്ങനെ പോണെന്ന്. ഇത് വലിയവർക്കുണ്ടോണാവോ എവിടെയെങ്കിലും? ഇതേ പിള്ളേർ പോണുണ്ടോ? കൊതിയാണ്. ഇനിയിപ്പോ മെട്രോ സ്റ്റേഷൻ കണ്ടുപിടിച്ചിട്ട് പോവാൻ നോക്കട്ടെ. എപ്പോഴും ഡൗട്ടാണ് എവിടെ മെട്രോ സ്റ്റേഷൻ ഉണ്ടാവുക എന്നുള്ളത് ഈ ലുലു മോളില്. അങ്ങനെ കുറെ കുട്ടികളെയും മക്കളെയും എല്ലാം കണ്ട് ഞാൻ യാത്ര തിരിക്കുകയാണ്. ഹോസ്റ്റലിൽ പോകണം, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ കയറ്റില്ല, പുറത്താക്കും ഗൈസ്. ആക്ച്വലി എനിക്ക് ഹോസ്റ്റലിലിരുന്ന് ചുമ്മാ ബോറടിച്ചപ്പോൾ തോന്നിയതാണ് കേട്ടോ ഒറ്റയ്ക്കൊക്കെ ഒന്ന് പോവാ പുറത്തെന്നുള്ളത്. ഐ തിങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതിന്ന് എന്താ മനസ്സിലായ ഒരു കാര്യം എന്നറിയോ? ആരും ഇല്ലെങ്കിലും നമുക്ക് നമ്മളുണ്ടാ, അത്രേ ഉള്ളൂ. നമുക്ക് എവിടെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മളുണ്ട്. ഒരു ഫിലിമൊക്കെ കണ്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയൊരു കാര്യമാണ്. വെറുതെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ലുലുവിൽ പോയിട്ട് എൻ്റെ പൊന്നേക്കൊന്ന് എറണാകുളത്തുള്ള സകലമാന ആൾക്കാർ അവിടെ ഉണ്ടെന്ന്. അമ്മാതിരി തിരക്ക്. ക്യൂ നിന്ന് മനുഷ്യരെ ഊപ്പടാകി എന്ന് വേണം പറയാനും. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടും ഗ്യാസ് കയറി ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി രാവിലെ ഇറങ്ങണം അടുത്ത പ്രാവശ്യം. അല്ലേ? ആർക്കും പെട്ടോ ഒരുപാട് സമയം കിട്ടും, ഒരുപാട് സ്ഥലത്ത് പോവാം. ഫിലിമൊക്കെ കിട്ടുന്ന ഫിലിമായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത്. ഇന്നും ആ ഫിലിം കാണാനുള്ള പ്ലാൻ ഉണ്ടൊക്കെ. ഭയങ്കര രസമാണ്. നിങ്ങളും ഇതുപോലെ സമയം കിട്ടുമ്പോൾ ഒറ്റയ്ക്കൊക്കെ പോയി നോക്കുക. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് അറിയൂടാ. നമുക്കൊന്നും ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ചില കേസുകളിൽ എന്താ പറയുക,
ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഒരാളെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പോൾ അതിലും ഭേദമല്ലേ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്ത് നടക്കുക എന്നുള്ളത്. പക്ഷെ ഞാൻ കുറച്ച് ലേറ്റായി പോയി, നേരത്തെ ഇറങ്ങണ്ടായിരുന്നു, പക്ഷെ എന്തോ ഉറങ്ങിപ്പോയി, അതാണ് ഉണ്ടായത്. അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇനിയും ഇതുപോലെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ കഴിയട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗായ്സ്.